നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഓണറാണോ എങ്കിൽ ഏത് ബാങ്കിൻ്റെതാണ്? പോട്ടെ, ഡെബിറ്റ് കാർഡ് ഏത് ബാങ്കിൻ്റെതാണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. നമുക്കൊന്ന് നോക്കാം. ആദ്യം ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കാം. RBI കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ മൊത്തം എല്ലാ ബാങ്കുകളും ഇഷ്യൂ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം, അതായത് ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം 9.3 മില്യൺ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് HDFC ബാങ്കിൻ്റെതാണ്. ICICI, SBI, ആക്സിസ് ബാങ്ക് എന്നിവർ തൊട്ടു പുറകിലുണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ, ATM വിഡ്രോവൽസ്, ഓഫ്ലൈൻ സ്വൈപ്പിംഗ് മെഷീൻ എന്നിവയിലെല്ലാം ആധിപത്യം HDFC ബാങ്കിന് തന്നെയാണ്. എങ്ങനെയാണ് HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മേഖലയിൽ ഇത്രയും സ്ട്രോങ് ആയ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായും 3 കാരണങ്ങളാണ്. അതിൽ ആദ്യത്തേത് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ റിലേഷൻഷിപ്പിന് പ്രാധാന്യം നൽകുന്ന ബാങ്കാണ് HDFC ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമേഴ്സിനായി റെഗുലർ പോയിന്റ് ഓഫ് കോൺടാക്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ POCകൾ കസ്റ്റമേഴ്സിന്റെ സംശയങ്ങളും ഫീഡ്ബാക്കും ഇഷ്യൂസും എല്ലാം അറിയാനായി ഇടയ്ക്കിടയ്ക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നു. അവ കൃത്യമായി പരിഹരിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ഇൻഫ്രാസ്ട്രക്ചർ. സൈബർ ത്രെഡ്സ്, സ്കാം എന്നിവയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, മൊബൈൽ ബാങ്കിംഗ്, 24/7 ബാങ്കിംഗ്, ഇന്റർനാഷണൽ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ് എന്നിങ്ങനെ തുടങ്ങി ടെക്നോളജി പരമായി HDFC ബാങ്ക് മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് ഒരു പടി മുന്നിലാണ്. ഇന്നോവേറ്റീവായ പ്രോഡക്റ്റുകളെല്ലാം അവരാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് HDFC ബാങ്ക് ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് ലീഡറായി തുടരുന്നത്. മൂന്നാമതായി ഗ്രേറ്റ് ബെനിഫിറ്റ്. നോ കോസ്റ്റ് EMI, ക്യാഷ് ബാക്ക്, ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ ഗ്ലോബൽ ബ്രാൻഡ്സുമായിട്ടുള്ള പങ്കാളിത്തം എന്നിവയിലൂടെ HDFC ബാങ്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് ഓഫറുകളിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ട്രാൻസാക്ഷൻ ഉറപ്പു നൽകുന്നു. ഇനി നമുക്ക് ഡെബിറ്റ് കാർഡ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് SBI ഡെബിറ്റ് കാർഡാണ്. ഇന്ത്യയിൽ മൊത്തം 97 കോടി ഡെബിറ്റ് കാർഡുകളിൽ 26 കോടിയും SBI ഡെബിറ്റ് കാർഡുകളാണ്. ഡെബിറ്റ് കാർഡുകൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതെ, ATM ക്യാഷ് വിഡ്രോവലിന് വേണ്ടിയാണ്. ഇതിൽ മൊത്തം 260 കോടി ക്യാഷ് വിഡ്രോവലിൽ 87 കോടി വിഡ്രോവലും SBI തന്നെയാണ് ഇപ്പോഴും ലീഡിംഗ്. എന്തുകൊണ്ടാണ് ഡെബിറ്റ് കാർഡ് നമ്പറിൽ SBI ഉയർന്നു നിൽക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്നത് ആക്സസിബിലിറ്റി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളും ATM മെഷീനും ഉള്ളതും അവർക്ക് തന്നെയാണ്. ഇത് കസ്റ്റമേഴ്സിന് ഈസി ആക്സസ് സാധ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ അർബൻ ആൻഡ് റൂറൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ളത് SBI ബാങ്കിനാണ്. നമ്പർ 2, മെയിൻ്റനൻസ് കുറവ്. നേരത്തെ പറഞ്ഞതുപോലെ ATM മെഷീനിലൂടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് കൂടുതൽ ക്യാഷ് വിഡ്രോവൽ നടത്തിയത് SBI തന്നെയാണ്. ഇതിന് കാരണം സമൂഹത്തിലെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ ഏറ്റവും കൂടുതൽ SBI കസ്റ്റമേഴ്സ് ആണ്. SBI ഡെബിറ്റ് കാർഡുകൾ കിട്ടാൻ താരതമ്യേന എളുപ്പമാണ് എന്നതുകൊണ്ടും വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ടുമാണ് ഇവർ SBI തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, SBI അക്കൗണ്ടുകളിൽ നമ്മൾ മിനിമം ബാലൻസിനെ കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. കാരണം ഭൂരിഭാഗം SBI അക്കൗണ്ടുകളും 0 ബാലൻസ് അക്കൗണ്ടുകളാണ്. എന്നാൽ HDFC പോലുള്ള ബാങ്കുകൾക്ക് മിനിമം ബാലൻസ് 10,000 രൂപയാണ്. നമ്പർ 3, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. SBIയുടെ 57% ഓണർഷിപ്പും ഇന്ത്യൻ ഗവൺമെന്റിനാണ്. മാത്രമല്ല, RBI റൂൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ബാങ്കാണ് SBI. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം എന്നും SBIയോടൊപ്പം ഉണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി SBI കസ്റ്റമേഴ്സിനെ ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് തള്ളിവിട്ട് തങ്ങളുടെ യോനോ പോലുള്ള ബാങ്കിംഗ് ഓൺലൈൻ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു നല്ല മൂവ്മെന്റ് ആണെങ്കിലും ബാങ്കിംഗ് സെക്ടറിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ദ നമ്പർ ആൻഡ് ടാർഗറ്റ് ഗെയിം. അടുത്തിടെ നടന്ന ബാങ്ക് ഓഫ് ബറോഡ സ്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്പർ കൂട്ടാൻ വേണ്ടി ജീവനക്കാർക്കുള്ള പ്രഷർ മൂലമാണ് ഇത് സംഭവിച്ചത്. ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ എംപ്ലോയീസ് ഇവിടെ കസ്റ്റമേഴ്സിനെ സ്കാമിംഗ് ചെയ്യാൻ കൂട്ടുനിൽക്കുന്നു. ഇത് കസ്റ്റമേഴ്സിന്റെ വിശ്വാസം തകർക്കുമെന്ന് മാത്രമല്ല, അവരുടെ അക്കൗണ്ടുകൾക്ക് ഫ്രോഡ് റിസ്ക് ഉണ്ടാക്കാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ SBI ഈ സ്കാമിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പ്രധാന 2 കാര്യം, കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ഒരിക്കലും തകർക്കരുത്. HDFC പോലുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിനെ പോലെ ഓൺലൈൻ ബാങ്കിങ്ങിലും കൂടുതൽ ശക്തമാകുക എന്നുമാണ്. സോ HDFC ക്രെഡിറ്റ് കാർഡ്, SBI ഡെബിറ്റ് കാർഡ് ഇവയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.